ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഒരു രതി തന്നെ അഹന്ത, ഇന്ദ്രിയാന്തക്കരണകളേവരം ഒന്നിതൊക്കെയായി, വിരിയുമിതിന് വിരാമമെങ്ങു വേറാം, അറിവവനെന്നറിവോളം ഓർത്തിടേണം. നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിക്ക് നിർവചനം പരമപ്രേമം എന്നാണ്. ഏറ്റവും ഉന്നതവും ഉത്കൃഷ്ടവുമായ പ്രേമം. ആ പ്രേമം ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതാണ് സച്ചിദാനന്ദം. എല്ലാ മനുഷ്യരും തേടുന്നതും ഈ ആനന്ദത്തെയാണ്. രതി എന്നിവിടെ ഗുരു അതിനെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ കർമ്മശുദ്ധി കൈവരിക്കാതെ വന്നാൽ സംസ്കാരം സാത്വികമാവില്ല. വികലമായ കർമ്മസംസ്കാരത്താൽ ആത്മരതി സാധ്യമല്ലാതെ വരുന്നു. പകരം രതി സ്വന്തം അഹന്തയിലും ഇന്ദ്രിയങ്ങളിലും അന്ധകരണങ്ങളിലും ശരീരത്തിലുമൊക്കെ ചേക്കേറുന്നു. മാത്രമല്ല, ഇവയെല്ലാമാണ് താനെന്ന് തെറ്റായി ധരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവയിലൂടെയുള്ള ആനന്ദത്തിന് അവിരാമം പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇത് വിഷയരതിയാണ്, ആത്മരതിയല്ല. എന്നാൽ ഇതൊട്ട് തിരിച്ചറിയുന്നുമില്ല. എന്തുകൊണ്ട്? അഹന്തയാദിയായ മേൽപ്പറഞ്ഞ ഉപാധികൾ ആത്മാവിനെ മറച്ചു വച്ചിരിക്കുകയാണ്. അതിനാൽ വ്യക്തിക്ക് താൻ ആത്മസ്വരൂപമാണ് എന്നും ആത്മാനന്ദമാണ് തൻ്റെ സ്വഭാവമെന്നും അറിയാനാകുന്നില്ല. അഹന്ത, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, ശരീരം എന്നിവയെല്ലാം വേറെ വേറെ ആനന്ദങ്ങളെ തേടി പുറത്ത് അലയുകയാണ്. ബാഹ്യമായ ഈ ആനന്ദങ്ങളാണ് ജീവിതത്തിന് വേണ്ടത് എന്ന് ധരിക്കുന്നു. ഫലമോ ഒരു നാളും അവയിൽ നിന്ന് വിടുതൽ നേടുകയും ഇല്ല. ഇവയ്ക്കൊരു അറുതി വരുത്തണമെങ്കിൽ ഇവയൊന്നും താനല്ല എന്ന് അറിയണം. ആത്മാഭിമുഖമായി ജീവിതത്തെ ക്രമപ്പെടുത്തണം. കർമ്മങ്ങളിലുള്ള ശുദ്ധി ഇതിന് അനിവാര്യമാണ്. ഇക്കാര്യം മറവിയില്ലാതെ ഓർത്തിടണം എന്ന് ഗുരു ഉപദേശിക്കുന്നു.